ഇന്ന് നമ്മൾ തായ്ലാൻഡിലെ 4th ഡേ ഈവനിങ് ആണ് കാണാൻ പോകുന്നത്. മോർണിംഗ് നമ്മൾ സീ ലൈഫ് ബാങ്കോക്ക് ഓഷ്യൻ വേൾഡിലും അതുപോലെ തന്നെ മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയത്തിലുമാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വ്ളോഗിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ ഡിന്നർ ക്രൂസിലാണെന്ന്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ക്രൂസിന്റെ പ്ലേസിലേക്കാണ്. നമ്മളിപ്പോൾ ക്രൂസിന്റെ ആ ഒരു പ്ലേസിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇതുപോലെ എൻട്രൻസിലായിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് കളർഫുൾ ആയിട്ടുള്ള മഷ്റൂംസിന്റെ ഡെമി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ കുറച്ച് നേരത്തെ തന്നെ എത്തിയിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ അവിടെ എത്തിയ ടൈമിൽ അധികം ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ ക്രൂസ് അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രയർ സോങ് ഒക്കെ പാടുന്നത് പോലെ അവർ അവരുടെ ലാംഗ്വേജിലുള്ള എന്തോ ഒരു പ്രയർ സോങ് ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് വെൽക്കം ചെയ്യുന്നത്. ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് കയറാൻ ടൈം ആയപ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു ക്രൂസിൽ കയറിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ചെന്നിരിക്കാവുന്നതാണ്. കയറുമ്പോൾ തന്നെ അവർ ടേബിളിൽ വെൽക്കം ഡ്രിങ്ക് അതുപോലെ തന്നെ നോർമൽ വാട്ടർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാണുന്നതാണ് നമുക്ക് കഴിക്കാനുള്ള ഡിന്നറിന്റെ ഐറ്റംസ്. ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവര്. നമ്മൾ ദുബായിൽ പോയ ടൈമിലും ഒരു ദിവസത്തെ ഡിന്നർ നമുക്ക് ക്രൂസിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു ക്യൂവിൽ ഫസ്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം കയറി ഇരിക്കാൻ പറ്റി. എല്ലാവരും വന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കയറി എല്ലാവരും ഒന്ന് സെറ്റിൽ ആയ ശേഷം അവിടെ ഇതുപോലെ ഒരാൾ ബ്യൂകളാണെന്ന് തോന്നുന്നു അതിന്റെ പേര്. എന്തായാലും ആ കാണുന്ന ആ ഒരു കോയിൽ പോലത്തെ ഒരു സാധനം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ക്രൂസ് മൂവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ദുബായിൽ പോയപ്പോഴും ഇതുപോലെ ലണ്ടൻ ഐ പോലെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഇതുപോലെ തന്നെ ലണ്ടൻ ഐ പോലെ ഒന്ന് കാണാൻ പറ്റി. ക്രൂസ് എവിടെയുണ്ട് അവിടെയൊക്കെ ഇതുപോലെ ലണ്ടൻ ഐ പോലെ ഒരു സംഭവം നിർബന്ധമാണെന്ന് തോന്നുന്നു. നമ്മൾ ക്രൂസിൽ കയറി കഴിഞ്ഞാൽ ക്രൂസിനുള്ളിലുള്ളതിനേക്കാളും കാണാൻ കാഴ്ചകൾ പുറത്താണ് കേട്ടോ ഉണ്ടാകുന്നത്. ഈ ഒരു ക്രൂസിനുള്ളിൽ ആ ഒരു ബീഗിൾ വായിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു ലേഡി പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ദുബായിൽ ക്രൂസിൽ പോയ ടൈമിൽ അങ്ങനെ ആയിരുന്നില്ല. അതിനുള്ളിൽ അവരുടെ ഡാൻസും അതുപോലെ തന്നെ വേറെയും കുറെ പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഈ ഒരു ക്രൂസിന്റെ ഫ്രണ്ടിലായിട്ട് പോയി നിന്നിട്ട് നമുക്ക് വ്യൂസ് ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടാണ് ഈ ഒരു വ്യൂസ് ഒക്കെ കാണുന്നത്. നമ്മൾ പട്ടായയിൽ ഉണ്ടായിരുന്ന ടൈമിൽ ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത് വളരെ കുറവായിരുന്നു. ബാങ്കോക്കിൽ വന്ന ശേഷമാണ് ഇതുപോലെയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കാണാൻ തുടങ്ങിയത് തന്നെ. ഞാൻ വന്ന ആ ഒരു ടൈമിൽ എന്നിട്ട് ജിജുവിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ കുറവാണല്ലോ, ദുബായിലുള്ള പോലെ ബിൽഡിങ്ങുകളൊന്നും കാണാനില്ലല്ലോ എന്ന്. എന്നാൽ ബാങ്കോക്കിൽ വന്ന ശേഷം ദുബായിലുള്ള അത്രയും ഇല്ലെങ്കിലും കുറെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റി. ഈ ഒരു ക്രൂസിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പുറത്ത് കാണാനുള്ള മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബിൽഡിങ്സും അതിന്റെ ഷേപ്സും അതുപോലെ തന്നെ അതിലുള്ള ലൈറ്റിങ്സും ഒക്കെ തന്നെയാണ്. നമ്മൾ നമ്മുടെ ഈ ഒരു ക്രൂസിൽ കയറുന്നത് വരെയുള്ളൂ നമുക്ക് ഇതിന്റെ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ലൈറ്റിങ്ങും ഷേപ്പും ഒക്കെ തന്നെയാണ്. അത് നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ. എന്നാലും നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ പുറത്തൂടെ വേറെ ക്രൂസസ് പോകുന്നുണ്ടാവും. അതിന്റെ ഷേപ്സും ലൈറ്റിങ്ങും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് ബിൽഡിംഗ് കൂടാതെ ഇതുപോലെയുള്ള ക്രൂസസ് പോകുന്നതാണ് കാണാനുള്ള മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ക്രൂസിന്റെ അപ്പർ ഡെക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ ആൾക്കാർ അവിടെ ആ ഒരു ലേഡി പാടുന്ന പാട്ടിനനുസരിച്ചും അതുപോലെ തന്നെ പ്ലേ ചെയ്യുന്ന പാട്ടിനനുസരിച്ചും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അവർ പാടിയതിൽ ഹിന്ദി സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരവിടെ പ്ലേ ചെയ്തതിൽ തമിഴ് സോങ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ക്രൂസിന്റെ പേര് ചോപ്രയ ക്രൂസ് എന്നായിരുന്നു. നമ്മുടെ ക്രൂസ് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റിവറിന്റെ പേര് ചോപ്രയ റിവർ എന്നാണ്. ഈ ഒരു ചോപ്രയ റിവറിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത് റിവർ ഓഫ് കിങ്സ് എന്നാണ്. ഈ ഒരു ക്രൂസിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്ന മെയിൻ അട്രാക്ഷൻ ആണ് ഈ ഒരു ബ്രിഡ്ജ്. ഫറാ പൊക്ലാവോ ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു ബ്രിഡ്ജിന്റെ പേര്. ഇതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് സഫാൻ ഫറാ പൊക്ലാവോ ബ്രിഡ്ജ് എന്നാണ്. ഈ ഒരു ബ്രിഡ്ജിലൂടെ 6 വരി പാതയുള്ള ഒരു റോഡാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 745 മീറ്റേഴ്സ് ആണ്. ഈ ഒരു ബ്രിഡ്ജിന്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നതും അതിന്റെ ആ ഒരു ലൈറ്റിംഗ് എഫക്ട് തന്നെയായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ആ ഒരു ഗോൾഡൻ കളറുള്ള സ്തൂപം പോലെ ഒന്നുണ്ടല്ലോ, അത് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കാണുന്നത് ചെറിയൊരു ബോട്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ ഈ ഒരു ക്രൂസിലെ ആ ഒരു ലൈറ്റിങ്ങും അതിന്റെ ഷേപ്പും ഒക്കെ. നമ്മൾ മുമ്പ് കണ്ട ആ ഒരു സ്തൂപാണ് ഇപ്പൊ നമ്മൾ അടുത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. വാട്ടരുൺ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഫുൾ നെയിം പഠിച്ചെടുക്കാൻ എനിക്കൊരു 5 മിനിറ്റ് സമയം വേണ്ടി വരും. കാരണം കുറച്ചൊരു വലിയ പേരാണ്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ പഠിച്ചു വന്നിട്ടുണ്ട്. ഇതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വാട്ടരുൺ രച്ചാവരാം രച്ചാവര മഹാവിഹാൻ എന്നാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ വാട്ടരുൺ എന്ന് തന്നെ വിളിക്കാം. നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗ്രാൻഡ് പാലസ്. ഈ ഒരു ഗ്രാൻഡ് പാലസ് തായ്ലാൻഡിലെ മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ്. ഈ ഒരു ഗ്രാൻഡ് പാലസിൽ നമുക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദുബായിൽ പോയപ്പോൾ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ പോയപ്പോൾ നമുക്കൊരു ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. നമ്മൾ ബോഡി ഫുള്ള് കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇതിനുള്ളിൽ കയറാനായിട്ട്. അതായത് ഫുൾ സ്ലീവ്സ് അതുപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം കവർ ചെയ്യുന്ന ഡ്രസ്സായിരിക്കണം നമ്മൾ ഇട്ടിട്ടുണ്ടാവേണ്ടത്. 2 hours ആയിരുന്നു ഈ ഒരു ക്രൂസിന്റെ ഡ്യൂറേഷൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 hours ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പാത്രയിൽ ഇന്നത്തെ വീഡിയോ ഒക്കെ അപ്പോൾ